ഭാഷാശൈലി, ശബ്ദശൈലി, ലേഖനശൈലി, രചനാസമ്പ്രദായം എന്നിവയാണ് ഡിക്ഷൻ എന്നതിന്റെ ഭാഷാ അർത്ഥം. ടൈപ്സ് ഓഫ് ഡിക്ഷൻ, ഡിക്ഷന്റെ വിവിധ വകുപ്പുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സ്റ്റൈൽ, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, ഇതാണ് ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിക്ഷൻ is the choice of words or the style used by an individual when speaking or writing. വാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ചില ഘടകങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്പർ 1, വേർഡ്സ് നീഡ് ടു ബി റൈറ്റ് ആൻഡ് ആക്യുറേറ്റ്. ശരിയായ വാക്കായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. കൃത്യമായ വാക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. റൈറ്റ് ആൻഡ് ആക്യുറേറ്റ്. ഈ കീവേഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ വെക്കുക. സെക്കൻഡ് പോയിന്റ്, വേർഡ്സ് നീഡ് ടു ബി അപ്രോപ്രിയേറ്റ് ഫോർ ദി കോണ്ടെക്സ്റ്റ്. സന്ദർഭത്തിന് ഉചിതമായ വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്പർ 3, വേർഡ്സ് നീഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദ റീഡേഴ്സ് ഓർ ലിസണേഴ്സ്. വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മനസ്സിലാകണം. നമ്പർ 4, when speaking, words need to be properly pronounced. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഉച്ചരിക്കണം, ഉചിതമായി വാക്കുകൾ ഉച്ചരിക്കണം. ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ ഡിക്ഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഡിക്ഷൻ. ഡിക്ഷന്റെ വിവിധ വകുപ്പുകൾ പരിചയപ്പെടാം. നമ്പർ 1, ഫോർമൽ ഡിക്ഷൻ. ഫോർമൽ ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഔദ്യോഗിക അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. ഫോർമൽ ഒക്കേഷൻസ്, ഒഫീഷ്യൽ ഒക്കേഷൻസ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഉചിതമായ സംസാര ശൈലിയാണ് ഫോർമൽ ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും സങ്കീർണമായ ഘടനകൾ, വാക്യങ്ങളായിരിക്കും. കോംപ്ലക്സ് സിൻടാക്സ് ആയിരിക്കും. നമ്മുടെ സങ്കീർണ പദപ്രയോഗങ്ങളായിരിക്കും അതിലുണ്ടാവുക. ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സ്, വളരെ പരിഷ്കരിച്ച വാക്കുകളൊക്കെ ആയിരിക്കും നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുക. ഫോർമൽ ഡിക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ കൊളോക്യലിസം. കൊളോക്യലിസം, സംഭാഷണ ശൈലി പ്രയോഗങ്ങൾ ഫോർമൽ ഡിക്ഷനിൽ ഉണ്ടാവില്ല. കോൺട്രാക്ഷൻസ്, നമ്മൾ ചുരുക്കി പറയൂലേ, അതുണ്ടാവില്ല. സ്ലാങ്, ഗ്രാമഭാഷ, അതൊന്നും ഉൾക്കൊള്ളാത്ത. അപ്പോൾ ഗ്രാമഭാഷയോ ചുരുക്കി പറയുന്നതോ അതുപോലെ സംഭാഷണ ശൈലി പ്രയോഗങ്ങളോ ഒന്നും ഉൾക്കൊള്ളാത്ത വളരെ സങ്കീർണമായ ഘടനയുള്ള പരിഷ്കരിച്ച പ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷാ പ്രയോഗമാണ് ഫോർമൽ ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ, എന്നാണ് കാഷ്വൽ ഡിക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന, സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ്, പ്രയോഗങ്ങൾക്കാണ് ഇൻഫോർമൽ അല്ലെങ്കിൽ കാഷ്വൽ ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ലാംഗ്വേജ് ഡസ് നോട്ട് യൂഷ്വലി കണ്ടെയ്ൻ എനി കോംപ്ലക്സ് സിൻടാക്റ്റിക് പാറ്റേൺ. സങ്കീർണമായ ഘടനാ പ്രയോഗങ്ങളൊന്നും അതിലുണ്ടാവില്ല, അല്ലെങ്കിൽ പരിഷ്കരിച്ച പദപ്രയോഗങ്ങളൊന്നും നാടൻ ഭാഷയിൽ ഉണ്ടാവില്ല. ഇറ്റ് മൈറ്റ് കണ്ടെയ്ൻ കൊളോക്യലിസംസ് ആൻഡ് കോൺട്രാക്ഷൻസ്. അത് നമ്മൾ കോഡ് ഭാഷകളൊക്കെ ഉപയോഗിക്കും, അതുപോലെ സംഭാഷണ ശൈലികളൊക്കെ പ്രയോഗിക്കും. ഇതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഡിക്ഷൻ. ചില ഉദാഹരണങ്ങൾ കാണാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ആ യൂണിഫോമിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒഫീഷ്യൽ യൂണിഫോമാണ്, ഫോർമൽ ലാംഗ്വേജ് ആണ്, ഫോർമൽ ഡിക്ഷൻ ആണ്, ഇൻഫോർമൽ ആണ്. ഐ തിങ്ക് ഇൻഫോർമൽ ആണ്. ഫോർമൽ വരുമ്പോൾ ഇറ്റ് ഈസ് മൈ ഒപ്പീനിയൻ ദാറ്റ്. ജോബ്, സാധാരണതയിൽ ജോബ് എന്ന് പറയും. അതിന് ഒക്യുപ്പേഷൻ, ഫോർമൽ ഒക്യുപ്പേഷൻ ആണ്. സോറി, പ്ലീസ് ആക്സെപ്റ്റ് അവർ അപ്പോളജീസ് ഫോർ. എത്ര വ്യത്യാസമുണ്ട് നോക്കൂ. ടു ഗെറ്റ്, ടു റിസീവ്. ജസ്റ്റ് എ നോട്ട് ടു സേ. ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു. നോക്കൂ നിങ്ങൾ ആ വാക്കുകളുടെ പ്രയോഗം. ജസ്റ്റ് എ നോട്ട് ടു സേ എന്ന് ഇൻഫോർമലാണ്. അതുപോലെ ഫോർമൽ ആയിട്ടുള്ള പ്രയോഗം ഹൗ ഡു യു ഡു, എന്താ അർത്ഥം എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ. അത് ഇൻഫോർമൽ ആകുമ്പോൾ വാട്സപ്പ്. വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അല്ല, വാട്സ്ആപ്പ്. ഇറ്റ്സ് എ പ്ലെഷർ ടു മീറ്റ് യു, ഗുഡ് ബൈ. ഫോർമൽ അങ്ങനെയാണ്, ഭാഷയിൽ നല്ല രസമുണ്ട്. നൈസ് ടു മീറ്റ് യു, സി യാ യു എന്നൊക്കെ പറയും നമ്മുടെ ഇൻഫോർമൽ.
I am afraid your child is experiencing difficulty. Your kid is making trouble. നാടൻ ഭാഷ, യുവർ കിഡ് ഈസ് മേക്കിംഗ് ട്രബിൾ. അതൊന്നുകൂടി പരിഷ്കരിച്ച് പറയുമ്പോൾ ഐ എം അഫ്രൈഡ് യുവർ ചൈൽഡ് ഈസ് എക്സ്പീരിയൻസിങ് ഡിഫിക്കൽട്ടി. എയർ കൺസിസ്റ്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എലമെന്റ്സ്. എയർ ഹാസ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റഫ് ഇൻ ഇറ്റ്. നാടൻ ഭാഷ. എൻഡമോളജി ഈസ് എ ഫാസിനേറ്റിംഗ് സബ്ജക്ട് ഓഫ് സ്റ്റഡി. നല്ല രസമുള്ള, പഠിക്കാൻ രസമുള്ള സബ്ജക്റ്റ് ആണ് എൻഡമോളജി എന്നത്. അതെങ്ങനെ പറയും? സ്റ്റഡിയിങ് ബഗ്സ് ഈസ് ലൈക്ക് റിയലി കൂൾ. അത് മറ്റൊരു സാധാ ഭാഷയിൽ. വൺ ഗ്രോസ് weary in these matters. I am tired of this junk. I am tired of this junk എന്നുള്ള ഒഫീഷ്യൽ ടേം ആണ് നാം പറഞ്ഞത്. I agree with my colleague that Lily is right. Please state your business. What's dear? What do you want? This is the difference, or these are the differences between formal and informal dictions. കൊളോക്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രയോഗങ്ങളാണ്. അത് വിദ്യാസമ്പന്നരായ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ എഴുത്തുകാരോ ഒന്നും സാധാരണഗതിയിൽ ഉപയോഗിക്കില്ല. എന്നാൽ റീജിയണൽ ലെവലിൽ നമ്മുടെ നാടൻ പ്രയോഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊളോക്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊളോക്യലിസം ഈസ് നോൺ സ്റ്റാൻഡേർഡ് which means that is not usually accepted, സാധാരണഗതിയിൽ സ്വീകരിക്കൂല, or used, സാധാരണഗതിയിൽ ഉപയോഗിക്കൂല, by the educated speakers, വിദ്യാസമ്പന്നരായ പ്രസംഗകരൊന്നും ഉപയോഗിക്കില്ല. and often regional ways of using language, ഒരു ചെറിയ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, നാടൻ പ്രയോഗമാണ് കൊളോക്യലിസം. They are appropriate for informal and conversational speech and writing. നമ്മൾ സംഭാഷണ രീതിയിലുള്ള പ്രസംഗത്തിനും അല്ല സംസാരത്തിനും എഴുത്തിനും ഒക്കെ പറ്റും. അതിനൊക്കെ ഉചിതമാണ് കൊളോക്യലിസം. ഉദാഹരണം പറയുകയാണെങ്കിൽ യപ്പ്, ഗൈസ്, എയിൻറ്റ്, ഗോണ, ഇതൊക്കെയാണ് കൊളോക്യലിസത്തിന്റെ ചില ഉദാഹരണങ്ങൾ. അടുത്തത് സ്ലാങ് ആണ്. സ്ലാങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫോർമൽ. നമ്മൾ പറഞ്ഞല്ലോ ഗ്രാമഭാഷ എന്നൊക്കെ പറഞ്ഞു. നോൺ സ്റ്റാൻഡേർഡ് ഫോം തന്നെയാണ് ഓഫ് ലാംഗ്വേജ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ന്യൂലി ക്രിയേറ്റഡ് ആൻഡ് റാപ്പിഡ്ലി ചേഞ്ചിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. പുതുതായി രൂപപ്പെടുത്തപ്പെട്ടതാണ്, പെട്ടെന്ന് മാറുകയും ചെയ്യും. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, ഫ്രേസുകളൊക്കെ മാറും. വേർഡ്സ് ലൈക്ക് ഫാറ്റ്, അതിൻ്റെ അർത്ഥം ഫിസിക്കലി അട്രാക്റ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബോങ്കേഴ്സ്, മാഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബീമർ, BMW are some examples of slang words. Farm, family. Bye, boy or girlfriend. Bromance, friendship between two males. And frenemy, two friends with constant disputes. എപ്പോഴും കച്ചറുണ്ടാക്കുന്ന ആളുകൾക്കാണ് ഫ്രീനേമി എന്ന് പറയുന്നത്. ഇത്തരം പ്രയോഗങ്ങളാണ് സ്ലാങ്. ഇൻഫോർമൽ ആണ്, നോൺ സ്റ്റാൻഡേർഡ് ആണ്, അത് ന്യൂലി ക്രിയേറ്റഡ് ആൻഡ് റാപ്പിഡ്ലി ചേഞ്ചിങ്, പുതുതായി ഉണ്ടാക്കിയതാവാം, അത് പെട്ടെന്ന് മാറുകയും ചെയ്യാം. അത്തരം പ്രയോഗങ്ങളാണ് സ്ലാങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോൾ, ലാഫ് ഔട്ട് ലൗഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. കോൺട്രാക്റ്റഡ് ആണ് ഫോം. TTYL അത് കോൺട്രാക്ഷൻ ആണ്. ടോക്ക് ടു യു ലേറ്റർ, സംഭാഷണങ്ങൾക്ക് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ടോക്ക് ടു യു ലേറ്റർ, TTYL. ആൻഡ് IDK, ഐ ഡോണ്ട് നോ, IDK എഴുതുമ്പോൾ അങ്ങനെ ഉപയോഗിക്കും. സ്ലാങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സ്ലാങ്സ്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഡയലക്റ്റ് ആണ് അടുത്തത്. ഡയലക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് എ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ ബൈ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകൾ സംസാരിക്കുന്ന, വിഭാഗം ആളുകൾ സംസാരിക്കുന്ന പ്രത്യേക ഭാഷ. നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ, മലയാളം 6 നാട്ടിൽ 100 ഭാഷ. ഈ കാസർഗോഡിന്റെ ഭാഷയായിരിക്കും മലപ്പുറത്ത് വന്നാൽ, മലപ്പുറത്തിൻ്റെതാവില്ല തിരുവനന്തപുരത്ത് വന്നാൽ, തിരുവനന്തപുരത്തിൻ്റെതല്ല കൊല്ലത്ത് വന്നാൽ, കൊല്ലത്തിൻ്റെതല്ല കോഴിക്കോട് വന്നാൽ,
ഇങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അതാണ് ഡയലക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ ബൈ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഡയലക്റ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം ദ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഓഫ് ദാറ്റ് ലാംഗ്വേജ്. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ആ വകുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഡയലക്റ്റ്. ത്രൂ ഇറ്റ്സ് വൊക്കാബുലറി ചില മാറ്റങ്ങളുണ്ടാവും. സിൻടാക്സിൽ ഘടനാപ്രയോഗങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. ഉച്ചാരണത്തിലും മാറ്റങ്ങളുണ്ടാകും. ദാറ്റ് ഈസ് മെന്റ് ബൈ ഡയലക്റ്റ്. അടുത്തത് ജാർഗൺ എന്നതാണ്. ജാർഗൺ എന്നത് ഈസ് എ സ്പെസിഫിക് വേർഡ്സ് ഓർ ഫ്രേസസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്സ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളോ പ്രയോഗങ്ങളോ ഫ്രേസുകളോ ആണ്. അത് പ്രത്യേകമായ വാക്കുകളും പ്രത്യേകമായ ഫ്രേസുകളുമാണ് ജാർഗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷൻസ്, ജോലിയിൽ, ട്രേഡ്, കച്ചവടത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. പീപ്പിൾ ഔട്ട്സൈഡ് ദാറ്റ് കണ്ടെക്സ്റ്റ് മേ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദീസ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഡോക്ടർമാരുടെ ഇടയിൽ സംസാരിക്കുന്നത് ഡോക്ടർമാർക്ക് വേഗം മനസ്സിലാവും. അത് കാർപ്പൻറ്റേഴ്സിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാർപ്പൻറ്റേഴ്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ഭാഷ മാൻസൺസിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പോലീസുകാരുടെ ഇടയിൽ സംസാരിക്കുന്ന കോഡുകൾ സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ജാർഗൺ. ജാർഗൺ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റ്. വ്യത്യസ്ത ജോലികളുടെ സാഹചര്യം അനുസരിച്ച് അതിലെ വാക്കുകളൊക്കെ മാറും. ഫോർ എക്സാമ്പിൾ, FTP ഈസ് എ പോലീസ് ജാർഗൺ. FTP എന്നതുകൊണ്ട് പോലീസ് ജാർഗനാണ്. അപ്പോൾ ദ ഫെയിലിയർ ടു പേ ദ ഫൈൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. BP ഈസ് എ മെഡിക്കൽ ജാർഗൻ ഫോർ ബ്ലഡ് പ്രഷർ. നമ്മൾ BP നോക്കുക എന്ന് പറയില്ല. അതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് BP നമുക്ക് മനസ്സിലായി. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു ജാർഗനാണ് BP എന്നത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ജാർഗൻ. ഇത് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് മെഡിക്കൽ ജാർഗൻ. അഗോനാൽ, term to signify a major negative change in a patient's condition. അതാണ് അഗോനാൽ. BP, medical shorthand for blood pressure. FX, medical jargon meaning bone fracture. JT, a joint. NPO, a patient should not take anything by mouth. IM, intramuscular, that is it. K, the elemental symbol of potassium. Examples of police jargon. Then compare ചെയ്ത് നോക്കൂ. മെഡിക്കൽ ജാർഗനും പോലീസ് ജാർഗനും. Suspect, a person whom the police think may have committed a crime. ഒരു കുറ്റം ചെയ്ത ആള്, സംശയിക്കപ്പെടുന്ന ആൾക്കാണ് സസ്പെക്ട് എന്ന് പറയുന്നത്. 10.4 റേഡിയോ ജാർഗൻ മീനിങ് okay or understand. Code 8 term that means officer needs help immediately. Code 11 a code that means the individual is all at the scene for the crime of the crime. FTP the failure of an individual to pay a fine. നമ്മൾ ആദ്യം പറഞ്ഞു assumed room temperature an individual has died. ഇതാണ് ഡിക്ഷനും അതിൻ്റെ വിവിധ വകുപ്പുകളും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പോയറ്റിക് ഡിക്ഷനെ കുറിച്ച് അതിൽ സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.